യെസ്, അപ്പോൾ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോബ്ലമാണ് എടുക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകേണ്ട ഇത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ട്രിഗണോമെട്രി റേഷ്യോസ് നമുക്ക് ആവശ്യമുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള ശ്രദ്ധിക്കുക, ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ആവശ്യമുള്ള കുറച്ച് ട്രിഗണോമെട്രി റേഷ്യോസ് ഞാൻ പറയുന്നു. അത് അത്രയും പഠിച്ചിരിക്കണം, വേറെ ഇല്ല. ലാപ്ലേസിൽ ആവശ്യമുള്ള ട്രിഗണോമെട്രി മാത്രം കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ട്രിഗണോമെട്രി റേഷ്യോസ് ഉണ്ട്. ലാപ്ലേസിൽ നമുക്ക് ആവശ്യമുണ്ട്, വേറെ വല്ലയിടത്ത് ആവശ്യമുണ്ടെന്ന് എനിക്കറിയില്ല. വേറെ വല്ലയിടത്ത് ആവശ്യമുണ്ട്, ഇപ്പം ഇവിടെ ആവശ്യമുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. സൈൻ സ്ക്വയർ ടി എന്ന് കണ്ടു കഴിഞ്ഞാൽ 1 - cos 2t by 2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 × 1 - cos 2t എന്തായാലും കുഴപ്പമില്ല. കോസ് സ്ക്വയർ ടി എന്ന് വന്നാൽ 1 + cos 2t by 2, ഇത് രണ്ടും ബൈ ഹാർട്ട് ചെയ്യണം. നമുക്ക് ആവശ്യം വരുന്നതാണ്. സൈൻ സ്ക്വയർ ടിക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇല്ല, സ്ക്വയറിനെ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 - cos 2t by 2. കോസ് സ്ക്വയർ എന്ന് വന്നാൽ എന്ത് എഴുതുന്നു? 1 + cos 2t by 2 എന്ന് എഴുതുന്നു. ഓക്കെ ആണോ? ട്രിഗണോമെട്രിയുടെ കാര്യമാണ് പറയുന്നത്. ഇനി സൈൻ ക്യൂബ് ടി വരാറുണ്ട് ചിലപ്പോൾ. സൈൻ ക്യൂബ് ടി വന്നു കഴിഞ്ഞാൽ 1/4 × 3 sin t - sin 3t കേട്ടോ. സൈൻ ക്യൂബ് ടിയുടെ ഫോമുലയാണ് 1/4 × 3 sin t - sin 3t. ഓക്കെ, കോസ് ക്യൂബ് ടി വന്നാൽ കോസ് ക്യൂബ് ടി ആണ് വരുന്നതെങ്കിൽ 1/4 × 3 cos t + cos 3t. ഞാൻ രണ്ടും ഇങ്ങനെ ബോക്സിലാക്കുന്നതിനുള്ള കാരണം ഒരുപോലെയാണ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. സൈൻ വന്നപ്പോൾ സൈൻ മാത്രമേ ഉള്ളൂ, അവിടെ മൈനസ്. കോസ് വന്നപ്പോൾ കോസ് മാത്രമേ ഉള്ളൂ, അവിടെ പ്ലസ്. ഇവിടെ സൈൻ വരുമ്പോൾ മൈനസ് 1 - cos 2t വരും, കോസ് വരുമ്പോൾ 1 + cos 2t by 2. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ്, പഠിക്കുമ്പോൾ ഒരുമിച്ച് തന്നെ ബൈ ഹാർട്ട് ചെയ്യാം. അതുപോലെ സൈൻ മൈനസ് തീറ്റ അല്ലെങ്കിൽ സൈൻ മൈനസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി എന്നാണ്. കോസ് മൈനസ് ടി, കോസിൻ്റെ ഉള്ളിൽ മൈനസ് വന്ന കോസ് ടി. ഇത് നമ്മൾ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ ആവശ്യമുണ്ട്. സൈൻ മൈനസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ടി എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് ഫൊറിയർ ട്രാൻസ്ഫോമിൽ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആവശ്യം വരുന്നുണ്ട് ഫൊറിയറിലും, അതുകൊണ്ട് ഇത് ആവശ്യമാണ്. അവിടെ തീറ്റ എന്നാണ് പറയുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ സൈൻ മൈനസ് ടി എന്ന് പറഞ്ഞാൽ മൈനസ് ഫ്രണ്ടിൽ വരെ. സൈൻ ഒരു ഓഡ് ഫംഗ്ഷനാണ്. ഓഡ് വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ മൈനസ് വരും. കോസ് മൈനസ് ടി എന്ന് പറഞ്ഞാൽ കോസ് ടി ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഒക്കെ അല്ലേ. ഒരു 4 കൂടെ ഉള്ളൂ, ഇപ്പോൾ പേടിക്കേണ്ട. 4 കൂടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നുമില്ല. 6 × 4 = 10 ഫോർമുലാസേ ഉള്ളൂ. ട്രിഗണോമെട്രിയിൽ 10 ഫോർമുലാസ് നമ്മൾ അറിഞ്ഞാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഓൺലി 10. ട്രിഗണോമെട്രിയിൽ 10 ഫോർമുലാസ് പഠിച്ചാൽ മതി. അത് അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്ന ഈ മോഡൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്. സൈൻ എ കോസ് ബി, സൈനും കോസും ഇൻറ്റു വരികയാണ്. സൈനും കോസും ഇൻറ്റു ആയിട്ടാണ് വരുന്നതെങ്കിൽ റിസൾട്ട് കാണാൻ 1/2 × 1/2 × sin a + b + sin a - b. sin a cos b എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ 1/2 × sin a + b + sin a - b. അടുത്ത കോസ് sin b. ഇത് ശരിക്കും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് തരംതിരിച്ചിട്ടാൽ മതി, എങ്കിലും കുഴപ്പമില്ല. കോസ് sin b 1/2 × sin a + b - sin a - b. ഇത് രണ്ടും ഒരുമിച്ച് പഠിക്കണം. ഇത് രണ്ടും പഠിക്കുന്നത് ഒരുമിച്ച് തന്നെ പഠിക്കണം. എന്തുകൊണ്ടാ? സൈനും കോസ് വന്നാലും അല്ലെങ്കിൽ കോസ് സൈന് വന്നാലും ഏകദേശം റിസൾട്ട് സെയിം ആണ്. സൈനാണ് ആദ്യം വരുന്നതെങ്കിൽ ഇവിടെ പ്ലസ്, കോസാണ് വരുന്നതെങ്കിൽ ഇവിടെ മൈനസ്. ഓക്കെ അല്ലേ? പഠിക്കാൻ എളുപ്പമല്ലേ? കമ്പയർ ചെയ്ത് പഠിക്കണം. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ മൈൻഡിലേക്ക് എങ്ങനെയാണോ സേവ് ചെയ്യുന്നത് അതേപോലെ സേവ് ചെയ്യാം. ഓക്കെ, ചുമ്മാ ബൈഹാർട്ട് ചെയ്യാണ്ട് എന്തെങ്കിലും ഒരു ഐഡിയ കൊടുക്കാം. ഇതിങ്ങനെ ചെയ്താൽ മതി. സൈന് വരിക, സൈനും കോസും വരുമ്പോൾ ഇവിടെ സൈനാണ്, രണ്ടും സൈന് തന്നെയാണ്. ഇവിടെ a + b + a - b. കോസാണ് ആദ്യം വരുന്നെങ്കിൽ a + b - a - b. ഓക്കെ, അടുത്ത രണ്ടെണ്ണം പറഞ്ഞാൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ആവും. കോസ് എ കോസ് ബി. രണ്ടും കോസ് ആണെങ്കിൽ 1/2 × cos a + b + cos a - b. പഠിക്കാൻ എളുപ്പമാണ്.
രണ്ടും കോസ് വരുമ്പോൾ ഇവിടെ എന്താണ്? രണ്ടും കോസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആണ്, രണ്ടും കോസ് ആണ്. അടുത്ത സൈൻ എ സൈൻ ബി, ഇത് മാത്രമാണ് ഒരു വൃത്തികെട്ട സാധനം. ഇത് മാത്രമാണ് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര വൃത്തികെട്ട സാധനം കേട്ടോ. ഡേഞ്ചർ എന്ന് പറയുന്ന പോലെയാണ് ഈ ഒരു ഫോമുല. ഈ ഒരു എല്ലാത്തിലും ഒരു ബന്ധമില്ലാത്ത രീതിയിലാണ് ഇത് വന്നേക്കണേ. പഠിക്കാൻ ഒരു രസമില്ലാത്ത രീതിയാണ്, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അത് പഠിക്കുമ്പോൾ അത് ഓർക്കുക, രണ്ടും സൈൻ വരുമ്പോൾ എന്തോ ഒരു വൃത്തിയായിട്ട് സംഭവമാണ് പഠിക്കുക. ആദ്യം കോസ് എ മൈനസ് ബി ആണ്, മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഇത് വരുമ്പോൾ മാത്രം ഒരു വൃത്തിയായിട്ട സാധനമാണ് അല്ലേ. സൈനും സൈൻ ബി വരും, രണ്ട് സൈൻ വരുമ്പോൾ കോസ് തന്നെയാണ്, പക്ഷെ തല തിരിച്ചിട്ടൊക്കെയാണ് വന്നേക്കണേ. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി. ഇതാ ഓക്കെ. അപ്പോൾ ഇത്രയും 10 ഫോർമുലാസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രിഗണോമെട്രി റേഷ്യോസിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം പ്രോബ്ലംസ് ചെയ്യാം. തുടങ്ങാം. നമുക്ക് പ്രോബ്ലം അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഹൈപ്പർബോളിക്കിന്റെ ഒരു ഡെഫിനേഷൻ കൂടി ഒന്ന് ആലോചിക്കണേ. ജസ്റ്റ് ഒന്ന് എഴുതാം. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ, റാസിനയച്ച ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ ഹൈപ്പർബോളിക്കിൻ്റെ റിസൾട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതിച്ചോളൂ. സൈൻ എച്ച് എ ടിയുടെ ഡെഫിനേഷനാണ് ഇ റേസ് ടു എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. അതുപോലെ കോസ് എച്ച് എ ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എ ടി ബൈ 2. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ്. ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഒരു ട്രിഗണോമെട്രി ഫംഗ്ഷൻ ഒന്നുമല്ല. അപ്പോൾ അതിൽ പ്രോഡക്റ്റ് റൂളേ ഞാനിപ്പോൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, സൈൻ എച്ച് ടി ഇൻറ്റു കോസ് ടു ടി, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ. അപ്പോൾ ഇത് സൈൻ എ കോസ് ബി എന്നുള്ള റിസൾട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് തോന്നും, അങ്ങനെ തോന്നരുത് അല്ലേ. സൈനും കോസും അല്ലേ ഇത് എന്ന് തോന്നാം അല്ലേ. ഞാൻ ഇപ്പോൾ പറഞ്ഞ റിസൾട്ട് കണ്ടോ, സൈൻ എ കോസ് ബി എന്നുള്ള റിസൾട്ട് ഞാൻ എഴുതിയെന്നല്ലേ. ഇവിടെ സൈനും കോസും കണ്ട ഉടനെ തന്നെ ആ റിസൾട്ടിലേക്ക് നമ്മുടെ മൈൻഡ് പോകും, മനസ്സിലായോ? അങ്ങനെ പോകരുത്. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ആണ്, അതിനെ ഇങ്ങനെ മാറ്റിയത്. സൈൻ എച്ച് ടിനെ എങ്ങനെ മാറ്റാം നമുക്ക്? സൈൻ എച്ച് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 2, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ. സൈൻ എച്ച് ടു ടി ആയിരുന്നെങ്കിലോ, സൈൻ എച്ച് ടു ടി ആണെങ്കിലോ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു മൈനസ് 2t ബൈ 2. അല്ലാണ്ട് ഇതിൽ പ്രോഡക്റ്റ് റൂളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. സൈൻ എച്ചും കോസും തമ്മിൽ പ്രോഡക്റ്റ് റൂൾ ഇല്ല, പറഞ്ഞ മനസ്സിലായോ? സൈൻ എച്ചും കോസും തമ്മിൽ പ്രോഡക്റ്റ് റൂൾ ഇല്ല. ഒരെണ്ണം എച്ചും ഒരെണ്ണം ട്രിഗണോമെട്രിയാണ് കേട്ടോ. എച്ച് വന്നതെന്ന് പറഞ്ഞാൽ അത് ട്രിഗണോമെട്രി അല്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് മാത്രം എഴുതിച്ചേ. ഇത് വേണ്ട, ഇത് മാത്രം എഴുതിച്ചാൽ മതി. സൈൻ എച്ച് ടി ഇതൊക്കെ ഒന്ന് എഴുതി. ഇത്ര ഹൈപ്പർബോളിക് ഫംഗ്ഷൻ്റെ ഡെഫിനേഷനാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി നമുക്ക് പ്രോബ്ലത്തേക്ക് പോവാം. ഞാൻ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻ എഴുതാം. ഇവാലുവേറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിന് നിങ്ങളുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്ന അറിയോ? നമ്മൾ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലേ, അതിൽ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് എ പാർട്ട് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് വിചാരിച്ചോ. അതിൽ ബി പാർട്ടിൽ തന്നെ ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് 1, 2, 3 അങ്ങനെ സബ് ഡിവിഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ, മനസ്സിലായല്ലോ? ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഓരോന്ന് ചോദിക്കുന്നത് എല്ലോ കോസ് ടു ടി അല്ലെങ്കിൽ എല്ലോ കോസ് സ്ക്വയർ ടി, അങ്ങനെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇനി പറയാൻ പോകുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ 2 ക്വസ്റ്റ്യൻ തന്നിട്ട് പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. യെസ്, ക്വസ്റ്റ്യൻ എഴുതാം. ഇവാലുവേറ്റ് എക്സാമിന് ഇങ്ങനെയാണ് ചോദിക്കുക. ഇവാലുവേറ്റ് എൽ ഓഫ് കോസ് സ്ക്വയർ ടി. എക്സാമിന് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് എൽ ഓഫ് കോസ് സ്ക്വയർ ടി. ശ്രദ്ധിക്കുക, എൽ ഓഫ് കോസ് 2t എന്നായിരുന്നെങ്കിൽ, എൽ ഓഫ് കോസ് 2t എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് എന്ത് എഴുതാം? s/s² + 2² എന്ന് എഴുതാം. ശരിയല്ലേ?
എൽ ഓഫ് കോസ് ടു ടി ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ s/s² + 2² നമുക്ക് എഴുതാം. ശരിയല്ലേ? ആണോ? ആണ്. ഈ cos² t അവർക്ക് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് സാറേ, അത് cos 2t ആയിരിക്കും എന്ന് വിചാരിച്ച് ആ cos 2tയുടെ ആൻസർ എഴുതിക്കരുത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒന്നല്ല, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ കേട്ടാ. എല്ലോ cos² t എന്ന് കാണുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല സാർ, അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് എന്ന് വെച്ചിട്ട് എല്ലോ cos 2tയുടെ ആൻസർ എഴുതിക്കരുത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല, അറിഞ്ഞുകൊണ്ട് തന്നത് തന്നെയാണത്. സ്ക്വയർ ഫംഗ്ഷന് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇല്ല. മനസ്സിലായോ? ട്രിഗണോമെട്രിയുടെ സ്ക്വയറിന് നമ്മുടെ ഡിഫറൻസിയേഷൻ്റെ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്നൊക്കെ പറയുന്ന പോലെ റൂളൊന്നും ലാപ്ലേസ് ട്രാൻസ്ഫോമിലില്ല. അപ്പോൾ സ്ക്വയർ ട്രിഗണോമെട്രിയിൽ സ്ക്വയർ വരികയാണെങ്കിൽ സ്ക്വയർ അല്ലാണ്ടാക്കി മാറ്റുക. അതിനെന്ത് ചെയ്യാം? സ്ക്വയർ അല്ലാത്ത ടേം ആക്കി മാറ്റുക. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് cos² t എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ നമ്മൾ എഴുതി വെച്ചു അല്ലേ? എന്താണ് cos² t എന്ന് പറഞ്ഞാൽ? അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യണം എൽ ഓഫ് cos² t ഈക്വൽ ടു എൽ ഓഫ്, പറഞ്ഞോളൂ, cos² tക്ക് ഞാൻ റിസൾട്ട് ചെയ്തു. യെസ്, എന്താണ്? 1 + cos 2t/2 എന്നാക്കുന്നു. അപ്പോൾ ആ റിസൾട്ട് അറിഞ്ഞാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഞാനീ പറഞ്ഞ 10 ട്രിഗണോമെട്രി റേഷ്യോസ് ഞാൻ പറഞ്ഞു. ആ 10 ട്രിഗണോമെട്രി റേഷ്യോസ് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പോലും ഇടാനില്ല. ആ 10 എണ്ണം പഠിച്ചാലേ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അതിൽ വേറൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല, എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതിലെ /2നെ വെളിയിലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/2 ഇൻറ്റു എൽ ഓഫ് 1 + cos 2t എന്ന് എഴുതിക്കൂടെ? ഓക്കെ അല്ലേ? ഈക്വൽ ടു 1/2 ഇൻറ്റു, ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോ? എൽ ഓഫ് 1 + എൽ ഓഫ് cos 2t എന്ന് പറഞ്ഞൂടെ അല്ലേ? ഈക്വൽ ടു 1/2 ഇൻറ്റു എൽ ഓഫ് 1ൻ്റെ ആൻസർ നമുക്ക് പഠിച്ചു 1/s. എൽ ഓഫ് 1 ബൈ ഹാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ 9 ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്യണം. എൽ ഓഫ് 1 ഒന്നാമത്തെ ഫോർമുലയാണ്, എന്താണ്? 1/s. എൽ ഓഫ് cos 2t നമ്മൾ പഠിച്ചു s/s² + 2² അല്ലെങ്കിൽ 4. ഇതാണ് ആൻസർ കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എഴുതിക്കോളൂ. എൽ ഓഫ് cos² t എഴുതിയെടുക്കുക. എൽ ഓഫ് cos² t ഈക്വൽ ടു 1/s + s/s² + 4. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ sin² t നിങ്ങൾ കണ്ടേ, ഞാൻ ചെയ്യുന്നില്ല. എല്ലാം sin² t എന്താ വരിക? ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യാൻ നോക്കാം. എന്താ sin² tയുടെ പ്രത്യേകത? sin² tക്ക് എന്ത് ചെയ്യണം? പറഞ്ഞോ. 1 - cos 2t ആക്കുക, പ്ലസ് മാറ്റി മൈനസ് ആക്കിയ കാര്യം കഴിഞ്ഞു, വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. സെയിം ആൻസർ തന്നെ മൈനസ് ആക്കി മതി. ഇതാണ് sin² tയുടെ ആൻസർ. ഓക്കെ, എല്ലാ sin² t പറഞ്ഞാൽ 1 - cos 2t/2 ചോദിച്ചിട്ടുണ്ട്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എഴുതിയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ sin² 3t എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലോ? എൽ ഓഫ് sin² 3t ഇങ്ങനെ ഒരിക്കലും ടെസ്റ്റിൽ ചോദിച്ചിരുന്ന എക്സാമിന്. sin²ൻ്റെ ഉള്ളിൽ 3t. അപ്പോൾ sin² 3tനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 - cos 2t എഴുതി ശരിയാവോ? അതൊന്നും മാറ്റണ്ട, ശ്രദ്ധിക്കണേ. 1 - cos 2t, 2tയുടെ സ്ഥാനത്ത് ആണ് 3t എന്ന് വന്നിരിക്കുന്നത് അല്ലേ? ടിയുടെ സ്ഥാനത്ത് ഇവിടെ 3t എന്ന് എഴുതിയാൽ മാത്രം മതി, വേറെ ഒരു മാറ്റവും ഇല്ല കേട്ടോ. sin³ നീ പറഞ്ഞു 1/4 കേട്ടോ. ക്വസ്റ്റ്യൻ sin³ അല്ല ചോദിച്ചത്, sin² 3t എന്നാണ്. ഓക്കെ, sin³ റിസൾട്ടാണ് നീ പറഞ്ഞത് 1/4 ഇൻറ്റു, അങ്ങനെയല്ല sin² തന്നെ നോക്കാം. sin² t എന്ന് പറഞ്ഞാൽ 1 - cos 2t/2. അങ്ങനെയാണെങ്കിൽ sin² 3t എന്ന് പറഞ്ഞാൽ 1 - cos 2 ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് 3t വന്നു, വേറെ വ്യത്യാസമില്ല. ടി എന്ന് കാണുന്ന സ്ഥലത്ത് 3t കൊടുത്തു, വേറൊരു മാറ്റവും ഇല്ല കേട്ടോ. ക്ലിയർ അല്ലേ ഇത്?
സൈൻ സ്ക്വയർ 3t എന്ന് പറഞ്ഞാൽ സൈൻ ക്യൂബ് ടി അല്ല, സൈൻ സ്ക്വയർ 3t എന്ന് പറഞ്ഞാൽ ടീനെ മാറ്റി 3t എഴുതാം. അപ്പോൾ ഇവിടെ 1 മൈനസ് കോസ് 6t എന്നാവും. കണ്ടോ, 1 മൈനസ് കോസ് 6t എന്നായി മാറും. അപ്പോൾ ഇവിടെ ഫോർമുല കോസ് 6t എന്നാണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 വരും കേട്ടോ. 6ന്റെ സ്ക്വയർ, വേറെ വ്യത്യാസമൊന്നുമില്ല. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4ന്റെ സ്ഥാനത്ത് 36 ആയി. 6ന്റെ സ്ക്വയർ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യുക. എല്ലോ സൈൻ ക്യൂബ് ടിയും, ഇത് ഹോംവർക്കായിട്ട് ചെയ്യണേ. എല്ലോ സൈൻ ക്യൂബ് ടിയും എല്ലോ കോസ് ക്യൂബ് ടിയും നിങ്ങൾ കണ്ടുപിടിക്കട്ടോ ഹോംവർക്കായിട്ട്. രണ്ടിൻ്റെ റിസൾട്ട് ഞാൻ എഴുതി തന്നിട്ടുണ്ട്. എല്ലോ സൈൻ ക്യൂബ് ടിയും എല്ലോ കോസ് ക്യൂബ് ടിയുടെ റിസൾട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണേ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓക്കെ, ശ്രദ്ധിക്കുക, 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ്. മെയ് 2017 ചോദിച്ചു നോക്കാം. അതിൽ അടുത്ത ഫോർമുലയാണല്ലോ, അതിലില്ല. അതിലുണ്ട് ക്വസ്റ്റ്യൻ കോസ് ടി മൈനസ് ടി സൈൻ ടിയിലാണ്. അപ്പോൾ ടി ഉണ്ടെന്ന് വരുന്നത് അടുത്ത ടൈപ്പാണ്, അത് ഞാൻ എടുത്തിട്ടില്ല, അതെടുക്കാം. അതിന് മുമ്പ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതോടെ ഞാൻ നോക്കിയാൽ ജൂലൈ 2017 നോക്കട്ടെ. ജൂലൈ 2017 സൈൻ എച്ച് ടി ഇൻറ്റു കോസ് ടി, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം അതിലാണ്. അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇപ്പോൾ ഈ ട്രിഗണോമെട്രി അല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ എഴുതുന്നു കേട്ടോ. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1 ഹോൾ ക്യൂബ്. Find the Laplace transform of t minus 1 whole cube. അപ്പോൾ ഈ റിസൾട്ടിന്റെ എൽ ഓഫ് കാണാനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി 2017 ജൂലൈയിൽ ചോദിച്ചാണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി മൈനസ് 1 ഹോൾ ക്യൂബ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എ മൈനസ് ബി ഹോൾ ക്യൂബ് എക്സ്പാൻഡ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. എ മൈനസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ എന്താ? എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് കേട്ടോ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഓർ മൈനസ് കൊടുക്കുക. എ പ്ലസ് ബി ഹോൾ ക്യൂബ് ആണെങ്കിൽ എല്ലാം പ്ലസ്. അപ്പോൾ ഈക്വൽ ടു എൽ ഓഫ് എ എന്ന് പറഞ്ഞാൽ ടിയും ബി എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 3t ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 1 ക്യൂബ്. ഒന്ന് നീറ്റായിട്ട് എഴുതാം. എൽ ഓഫ് ടി ക്യൂബ് മൈനസ് 3t സ്ക്വയർ പ്ലസ് 3t മൈനസ് 1. ഈ എൽ ഓഫ് ഓരോന്നിലേക്കും സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം കഴിഞ്ഞു. മനസ്സിലായോ? എൽ ഓഫ് ടി ക്യൂബ് മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് ടി സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എൽ ഓഫ് ടി മൈനസ് എൽ ഓഫ് 1. ഓരോന്നിലേക്കും എൽ ഓഫ് കൊടുക്കുകയാണ്. കോൺസ്റ്റന്റ് വരുമ്പോൾ അതിന് പുറത്തിട്ടാൽ മതി കേട്ടോ, ഔട്ട് സൈഡ് എടുത്താൽ മതി. എൽ ഓഫ് ടി ക്യൂബ് എത്രയാ? 3 factorial by s raised to 4 minus 3 into L of t square എത്രയാ? 2 factorial by s raised to 3 into L of t എത്രയാ? 1 by s square minus 1 by s. 3 factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 എന്നാണ്. അപ്പോൾ 6 by s raised to 4. 2 factorial 2 ആണ്, 1 into 2 into 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 by s cube 3 by s square minus 1 by s. ഇതാണ് ആൻസർ കേട്ടോ. 2017 ജൂലൈയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, സാധാരണ സിംപ്ലിഫിക്കേഷൻ ആണ്. നമ്മൾ ട്രിഗണോമെട്രി ഒന്നും യൂസ് ചെയ്തില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞ സൈൻ എച്ചിൻ്റെ പ്രോബ്ലം വന്നേക്കണേ. പക്ഷെ അത് എനിക്ക് അടുത്ത ടോപ്പിക്ക് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്, അത് പഠിപ്പിച്ചാലേ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണത്. എഴുതിയോ? സ്പീഡ് കുറച്ച് കൂടി അല്ലേ?
സിമ്പിൾ ആയതുകൊണ്ടാണ് ഈ സ്പീഡിൽ എഴുതിയത്. മാറ്റോട്ടെ. ഹലോ ഹലോ ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞതിൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 2017 ജൂലൈ ആണ് നോക്കിയത്. ദെൻ 2018 പോയി. 2018 ഏപ്രിൽ ചോദിച്ചത്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സാധനം വന്നിട്ടുണ്ട്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. ഞാൻ വിചാരിച്ച ക്വസ്റ്റ്യൻ തന്നെ വന്നു. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 3t into cos 2t. 2018 ഏപ്രിൽ ചോദിച്ചതാണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് sin 3t into cos 2t. അവർ എൽ ഓഫ് ഒന്നും കൊടുത്തിട്ടില്ല, സെന്റൻസ് ആയിട്ട് എഴുതിയേക്കാണ് കേട്ടോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. ഓക്കെ ആണോ? ഇവിടെയാണ് ഞാൻ പറഞ്ഞ 4 റിസൾട്ട്, പ്രോഡക്റ്റിന്റെ 4 റിസൾട്ട് ആവശ്യം വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, എന്താ പറഞ്ഞിരുന്നത്? സൈനും കോസും പ്രോഡക്റ്റ് വരുന്നു അല്ലേ? സൈൻ എ കോസ് ബി. എന്താ റിസൾട്ട്? സൈൻ എ കോസ് ബിയുടെ റിസൾട്ട് നോക്കാം. എന്താണ് റിസൾട്ട്? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടത്. 1/2 ഇൻറ്റു ഈ റിസൾട്ട് അറിഞ്ഞാൽ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ അതോഗതി. സൈനും കോസും പ്രോഡക്റ്റ് വന്നാൽ സൈൻ ആണ്. സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നേ. ഒരു സിമ്പിൾ ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് നമ്മുടെ റിസൾട്ട്. സൈൻ ഇൻറ്റു കോസ് പോലെയല്ലേ ഇവിടെ കിടക്കുന്നത് അല്ലേ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ക്വസ്റ്റൻ പേപ്പറിലൂടെ എച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, അത് വേറെ മോഡലാണ്. എൽ ഓഫ് സൈൻ 3t ഇൻറ്റു കോസ് 2t. ഹൈപ്പർബോളിക്ക് വരുമ്പോൾ ഇറേഷനിലേക്ക് മാറ്റിയിട്ട് പ്രോഡക്റ്റ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എൽ ഓഫ് 1/2 ഇൻറ്റു എൽ ഓഫ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ 1/2 ഇൻറ്റു നോക്കുക സൈൻ എ പ്ലസ് ബി. എ എന്ന് പറഞ്ഞ ഇവിടെ ആരാണ് എ? ആരാണ്? 3t അല്ലേ? അപ്പോൾ സൈൻ 3t കോസ് 2t. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 3tയും ബി എന്ന് പറഞ്ഞാൽ 2t ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. അപ്പോൾ സൈൻ എ പ്ലസ് ബി സൈൻ 3t പ്ലസ് 2t പ്ലസ് സൈൻ എ മൈനസ് ബി സൈൻ 3t മൈനസ് 2t. 2 സ്റ്റെപ്പിൽ കാര്യം കഴിഞ്ഞിട്ടോ. അപ്പോൾ 1/2 ഞാൻ വെളിയിലെടുത്തു, കോൺസ്റ്റന്റിനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ സൈൻ എൽ ഓഫ് ഉണ്ട് ഫ്രണ്ടിൽ, സോറി, എൽ ഓഫ് സൈൻ 5t പ്ലസ് സൈൻ 3 രണ്ടെണ്ണം കുറച്ച് സൈൻ ടി. എൽ ഓഫ് സെപ്പറേറ്റ് കൊടുക്കാം. 1/2 ഇൻറ്റു എൽ ഓഫ് സൈൻ 5t പ്ലസ് എൽ ഓഫ് സൈൻ ടി. 1/2 ഇൻറ്റു എൽ ഓഫ് സൈൻ 5t എത്രയാ? 5/s² പ്ലസ് 25 അല്ലേ? അടുത്ത് 1/s² പ്ലസ് 1. ഇങ്ങനെ എഴുതിയാൽ മതി, സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കണ്ട. ഇതാണ് ആൻസർ കേട്ടോ. എളുപ്പമല്ലേ? ഇപ്പം ഈ മോഡലിൽ ക്വസ്റ്റ്യൻ പഠിപ്പിക്കണമെന്നുണ്ടായിരുന്നു, അത് കിട്ടി. കുറച്ച് താഴ്ത്തണം. ഓക്കെ, ഇപ്പോഴോ? ശ്രദ്ധിക്കണേ, അടുത്ത ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടേ, 2018 ഡിസംബറിലാണ്. 2018 ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റ. അപ്പോൾ ഞാൻ ട്രിഗണോമെട്രി റേഷ്യോസ് പറഞ്ഞതിൽ 2 റിസൾട്ട് ഞാൻ ഒഴിവാക്കിയതായിരുന്നു, അത് ആവശ്യമില്ലാന്ന് വെച്ചിട്ട്. പക്ഷെ അതിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് സൈൻ എ പ്ലസ് ബി, സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ ഇൻറ്റു കോസ് ബി പ്ലസ് കോസ് എ ഇൻറ്റു സൈൻ ബി എന്ന റിസൾട്ട് ഉണ്ട് കേട്ടോ. സൈൻ എ പ്ലസ് ബിയുടെ റിസൾട്ടാണ്. ഞാൻ പഠിക്കേണ്ടതായിട്ട് വിട്ടതാണ്, പക്ഷെ അത് പഠിച്ചാലേ ഇത് കിട്ടുള്ളൂ. ഓക്കെ, സൈൻ എ കോസ് ബി, ഒരെണ്ണം സൈൻ ഒരെണ്ണം കോസും ഒരെണ്ണം കോസും സൈനും കേട്ടോ. സൈൻ എ മൈനസ് ബി എന്ന് പറഞ്ഞാലോ ഇവിടെ മൈനസ് ആക്കണേ, അത് നോട്ട് ചെയ്യണേ. അതുപോലെ കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ, കോസ് എ പ്ലസ് ബി പറഞ്ഞാൽ കോസ് എ ഇൻറ്റു കോസ് ബി മൈനസ് സൈൻ എ ഇൻറ്റു സൈൻ ബി. അത് കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ്.
അപ്പോൾ ഈ റിസൾട്ട് ഈ കോസ് ഓക്കെ ഈ കോസ് എ പ്ലസ് ബിയുടെ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൽ ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഓഫ് കോസ് ഒമേഗ ടി കോസ് എ കോസ് ബി, ഇത് എ ഇത് ബി ആയിട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, കോസ് എ കോസ് ബി കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് തീറ്റ മൈനസ് ആണ് കേട്ടോ. കോസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്. സൈൻ എ സൈൻ ബി സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ തീറ്റ, ഇത്രയേ ഉള്ളൂ. ഇനി എൽ ഓഫ് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, എൽ ഓഫ് എന്ന് പറഞ്ഞാൽ ടിക്കാണ് എൽ ഓഫ്. ഫംഗ്ഷൻ നമുക്ക് എപ്പോഴും ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ ഫംഗ്ഷൻ എപ്പോഴും ടി ആണ് കേട്ടോ, മറ്റത് കോൺസ്റ്റന്റ് ആണ്. ടീനെയാണ് എൽ ഓഫ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇതിന് മാത്രം എൽ ഓഫ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലെന്താ വരിക? കോസ് തീറ്റനെ വെളിയിലെടുത്തു. കോസ് തീറ്റ ഇൻറ്റു എൽ ഓഫ് കോസ് ഒമേഗ ടി ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ ഇൻറ്റു എൽ ഓഫ് സൈൻ ഒമേഗ ടി. എപ്പോഴും ടിയുടെ ടേമിനാണ് എൽ ഓഫ് വരിക കേട്ടോ. ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും ടിയുടെ ടേമിനായിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു എന്താ വരിക? കോസ് തീറ്റ ഇൻറ്റു കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു അവിടെ സൈൻ ഒമേഗ ടി അല്ല, ഒമേഗ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇതാണ് ആൻസർ. ഇതൊന്ന് ഭംഗിയിൽ എഴുതാൻ വേണ്ടിയിട്ട് രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ കോമൺ ആക്കി. അപ്പോൾ ആൻസർ ഇങ്ങനെയാണ്: എസ് കോസ് തീറ്റ മൈനസ് ഒമേഗ സൈൻ തീറ്റ ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. ഇത് 2018 ഡിസംബറിൽ ചോദിച്ചതാണ്. ഓക്കെ, അപ്പം ബാക്കി നമുക്ക് നാളെ എടുക്കാം കേട്ടോ. വേണമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി നാളെ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. ക്ലിയർ? കുഴപ്പമില്ലല്ലോ. നാളെ അപ്പോൾ ഒരു 6 മണിക്ക് കേട്ടോ. 5 മണിക്ക് ഞാൻ അലാം വെക്കുന്നുണ്ട്. ഞാൻ എണീറ്റാൽ 6 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് കേട്ടോ.